സ്റ്റാഫ് ഒരാൾ ആരവായിലേക്ക് വെച്ചു നമ്മുടെ സ്റ്റാഫ് ആരെങ്കിലും സ്റ്റാഫ് പ്ലീസ്. ആ സന്തോഷം നമ്മളെ ചേച്ചിമാരുണ്ടായിരുന്നു. ചേച്ചിമാര് പോയോ? ഒരു ജോലിക്ക് പോയി. അല്ല അവൻ തന്നെ കട്ട് ചെയ്യാൻ എടുക്കണം. ശ്രവണ പിന്നെ പ്രത്യേകം മീഡിയ ടീം താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്തതിന്. നല്ല കേൾക്കട്ടെ. ആരും പഠിച്ചേ ശ്രവണ ഇപ്പൊ കാണാത്തവരെന്തായാലും പടം കാണാൻ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയല്ല. അതുകൊണ്ടാണ് നമ്മളെ ഫേസിലൊക്കെ അതെ എത്ര നേരമായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ സന്തോഷം ഇതിനോട് എല്ലാം ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. വലിയൊരു പ്ലാറ്റ്ഫോം തന്നതിൽ ഒരുപാട് ഇതെല്ലാവരും അതല്ല ഒന്നേ ബിബിൻ ഇതുകൊണ്ടും തീരുമില്ല. ഇതാരും ഉപയോഗിക്കുക. നമ്മളൊരു വലിയൊരു എന്താ പറയുക പുതിയ ആൾക്കാരൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ പടം ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല, അത് 100% ഉറപ്പാണ്. ഇപ്പം നമുക്ക് ആദ്യം ഈ സ്ലോലിയാണ് ഇപ്പം നമുക്ക് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്പണായി പറയാലോ, ആദ്യം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പല ഭാഗത്തുനിന്നും നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് നോക്കാം, നമ്മൾ 9.5 നമുക്ക് റേറ്റിംഗ് ഒക്കെ നമ്മുടെ ബുക്ക് മൈ ഷോയിലൊക്കെ വന്നു. നല്ല കമൻറ്റുകളാണ് പടം കണ്ട ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ വലിയ ഭാഗ്യമാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം അതെ റേറ്റിംഗ്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ജോണർ എന്താണ്, ഒരു മോട്ടിവേഷണൽ, ഒരാളെ ജീവിതത്തിൽ സംഭവിച്ച ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് സിനിമാറ്റിക് എലമെൻറ്റ് നിറച്ചൊരു സിനിമ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ ഏറ്റവും മനോഹരമായിട്ട് വരുന്ന ക്ലൈമാക്സ് ആണ്. സെക്കൻഡ് ഹാഫിന് ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകളും അതിഗംഭീര ക്ലൈമാക്സും ഉള്ളൊരു സിനിമയാണ്. അത് പതിയെ കയറി അഭിനയിച്ച ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ അതിന് ഡയലോഗ് റൈറ്റർ, അതുപോലെ DOP, ഫിലിം മേക്കർ, അത് എന്തായാലും. അപ്പോൾ പിന്നെ പ്രത്യേക നന്ദി ശിവരാജ്, സണ്ണി മാഡത്തിനെ പറ്റിയിട്ട് 2 വാക്ക് ശിവരാജ് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, സണ്ണി ചേച്ചി നമ്മളെ ഒരുപാട് സ്നേഹം കൈപ്പറ്റിയൊരു ആക്ട്രസ്സാണ്, ഡാൻസറാണ്. അപ്പോൾ അവരെ പോലുള്ളൊരു വലിയൊരു എന്താ പറയുക ആർട്ടിസ്റ്റ് നമ്മുടെ പടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നല്ല അതെ നമ്മളെ ഈ സിനിമയ്ക്കുള്ള സപ്പോർട്ട് എന്നുള്ള രീതിയിലും കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് തുടക്കത്തിൽ ഈ പറയുന്ന പോലെ വളരെ കുറച്ച് ആൾക്കാരായിരുന്നു കയറിയിരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടത് ആൾക്കാർ കയറുന്നുണ്ട്. പല തിയേറ്ററുകളും ഇപ്പോൾ നിറഞ്ഞ സദസ്സോടെ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഈ സിനിമയ്ക്ക് വേണം. ഒന്ന് കണ്ടു നോക്കൂ. താങ്ക് യു സോ മച്ച്.